സിദ്ധാർത്ഥന്റെ മരണത്തിൽ SFI-ക്കാരായ ചില ഭാരവാഹികൾ കുറ്റക്കാരെന്ന് AISF യൂണിറ്റ് സെക്രട്ടറി ആകാശ് ആർ ഉണ്ണിത്താൻ. SFI പ്രവർത്തകർ കോളേജിൽ തിണ്ണമിടുക്ക് കാണിക്കുന്നുവെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നുമാണ് AISF നിലപാടെന്നും ആകാശ് ഉണ്ണിത്താൻ പറഞ്ഞു. പൂക്കോട് വെറ്ററിനറി കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയും AISFന്റെ യൂണിറ്റ് സെക്രട്ടറിയുമായ ആകാശ് ആർ ഉണ്ണിത്താനാണ് നമുക്കൊപ്പം ചേരുന്നത്. നിലവിൽ കോളേജിൽ വലിയ വിവാദമുണ്ടായിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ AISFന്റെ ഒരു നിലപാട്? AISF എങ്ങനെയാണ് ഈ വിഷയം മനസ്സിലാക്കിയിരിക്കുന്നത്? നിലവിൽ സിദ്ധാർത്ഥനെ ഉപദ്രവിച്ച് ആ ഒരു രീതിയിൽ പുള്ളിയെ എത്തിച്ച കുറ്റവാളികൾക്കെതിരെ കർശനമായ നിലപാടാണ് AISF പൂക്കോട് വെറ്ററിനറി കോളേജ് യൂണിറ്റ് കമ്മിറ്റി എടുത്തിരിക്കുന്നത്. തുടക്കം മുതൽ തന്നെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അതേപോലെ കോളേജിൽ നിന്ന് പുറത്താക്കാനുമുള്ള നിലപാട് നമ്മൾ കോളേജ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. കോളേജിലെ SFI നേതാക്കൾക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമുക്കിപ്പോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സംഘടനയും കോളേജിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നുമല്ല. പിന്നെ ഇതിനകത്തുള്ള ചില പുഴുക്കുത്തുകൾ കടന്നു കയറിയിട്ട് പിന്നെ അവരുടേതായിട്ടുള്ള ആധിപത്യം ഇതാകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മളങ്ങനെ സംഘടന എടുത്തു പറയുന്നില്ല. അതിനകത്തുള്ള ചില ആളുകളെന്ന് പറയുമ്പോൾ അത് ഇതിൻ്റെ സീരിയസ്നെസ് കൂടുന്നതെന്ന് പറയുമ്പോൾ ഭാരവാഹികളായിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോഴാണ്. ഈ വിഷയത്തിൽ നിലവിൽ ഒരു നിലപാട് AISF എന്നല്ല എടുത്തു. പക്ഷേ നിങ്ങളുടെ കോളേജിലെ ഈ കലാലയത്തിലെ സംഘടനാ പ്രവർത്തനം ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്? വിദ്യാർത്ഥികൾക്ക് ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ചില തിണ്ണമിടുക്കുകൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവരത്രയും നാളും പ്രവർത്തിച്ച് വരുമ്പോൾ മറ്റൊരു സംഘടന അവിടെ വരുമ്പോഴായിട്ടുള്ള പുറത്തുനിന്ന് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇല്ല. യൂണിറ്റ് പ്രവർത്തനം നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. SFIയുടെ ഒരു ഭാഗത്തു നിന്ന് ഭീഷണി, യൂണിറ്റ് കമ്മിറ്റി പ്രവർത്തിക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? തുടക്കത്തിൽ നല്ല രീതിയിൽ ഭീഷണി ഉണ്ടായിരുന്നു. ഈ യൂണിറ്റ് ഇടുന്നതിന് തൊട്ട് മുന്നേ അന്ന് കോളേജ് ഇലക്ഷൻ്റെ ആ ഒരു തൊട്ടടുത്ത മാസങ്ങളിലാണ് ഈ യൂണിറ്റ് ഇടാൻ ആരംഭിച്ചത്. അന്നേരം നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരുന്നു നമുക്കിടരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും നമ്മുടെ അടുത്ത് പറഞ്ഞു കോളേജിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കും, ഇതൊരിക്കലും പാടില്ല. നിങ്ങളോട്, അതായത് SFIക്കാരോടല്ല, ഞങ്ങളോട് മാത്രം. കോളേജിലെ SFIക്കാരല്ല, പുറത്തു നിന്നുള്ള CPI നേതാക്കളുടെ ഇടപെടൽ കോളേജിനകത്തുണ്ടാകുന്നുണ്ടോ? നമുക്ക് ഈ സംഘടനയുടെ തന്നെ നേതാക്കൾ ആദ്യം നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂട്ടി ഇങ്ങനെ ഇത് പാടില്ല, നിങ്ങൾ മറ്റ് പ്രശ്നത്തിലേക്ക് ഇത് പോകുമെന്നുള്ള രീതിയിൽ. അതാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ തന്നെ ഞെട്ടിക്കുന്നത്, അതായത് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് പോലും AISFന് പ്രവർത്തിക്കാൻ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അവർ പറയുന്നു. SFIയുടെ ഭാഗത്തുനിന്നും പല ഭീഷണി ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടെന്നാണ് AISFന്റെ യൂണിറ്റ് സെക്രട്ടറിയോടുള്ള ആകാശ് ആർ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നത്. MD അധീഷിനൊപ്പം മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ.